ഇസ്ലാമിൽ അടിമത്തമുണ്ട്. ഒരു കാര്യത്തിൽ എന്തായാലും ഞാൻ രാഹുൽ ഈശ്വരനെ അഭിനന്ദിക്കാതിരിക്കാൻ തരമില്ല. ഖുർആനിൽ അടിമത്തമുണ്ടോ അല്ലെങ്കിൽ ഇസ്ലാമിൽ അടിമത്തമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മുഹമ്മദ് നബിയുടെ കാലത്ത് അന്ന് അടിമത്തം ഉണ്ടായിരുന്നത് കൊണ്ട് അന്ന് അത് നിരോധിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചത് കൃത്യം വർഷം 2025 ഇസ്ലാമിക പ്രമാണം അനുസരിച്ച്, ഇസ്ലാമിക മതനിയമം അനുസരിച്ച് ഇസ്ലാമിൽ അടിമത്തം അനുവദനീയമാണോ അല്ലേ? ആണ് എന്നാണ് രാഹുൽ പറയാതെ പറഞ്ഞു വെച്ചത്. നിരോധിച്ചിട്ടില്ല. മുഹമ്മദ് നബി അന്ന് നിരോധിച്ചിട്ടില്ലെങ്കിൽ ഇന്നും നിരോധിച്ചിട്ടില്ല. മുഹമ്മദ് നബി നിരോധിക്കാത്ത ഒരു കാര്യം, ഖുർആനിൽ പരാമർശ വിഷയമായ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇജ്മാഉം ഖിയാസും പരിഷ്കരണം എന്ന് പറയുന്നത് ഖുർആനിലും ഹദീസിലും പരാമർശിക്കപ്പെട്ടിട്ടില്ലാത്ത, വിധി തീർപ്പ് കൽപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു വിഷയത്തിൽ മാത്രമേ സാധ്യമാകൂ. ഇത് ഇസ്ലാമിന്റെ പ്രമാണല്ലേ? ഇതിനെതിരെ പറയാൻ ആരെങ്കിലും ചോദ്യകർത്താക്കൾ ചോദ്യം ചോദിക്കുമ്പോൾ ചോദിക്കും. ഫിഖ്ഹിലും ഖുർആനിലും ഹദീസിലും സ്ഥിരമായി എഴുതപ്പെട്ട ഒരു മതനിയമത്തെ മാറ്റം വരുത്താൻ വേറെ ആർക്കെങ്കിലും അവകാശമുണ്ട്? ഘട്ടം ഘട്ടമായി ഇസ്ലാം അടിമത്തം ഇല്ലാതാക്കാനുള്ള ചുവട് വെച്ചു. ഒരു ഘട്ടം പോയിട്ട് 1.5 ഘട്ടം പോലും ചെയ്തിട്ടില്ല. രാഹുൽ ഈശ്വർ പിന്നെയും ബുദ്ധിമുട്ടും. ഇസ്ലാം എന്ന് പറഞ്ഞാൽ മുഹമ്മദിന്റെ കാലത്തേക്ക് ചുരുക്കരുത്. അള്ളാഹു എന്ന ലോക സൃഷ്ടാവിലേക്ക് പോകണം. ആദം നബി എന്ന ആദ്യ പ്രവാചകനിലേക്ക് പോകണം. അന്ന് മുതൽ 1,20,000 പ്രവാചകന്മാരെ ധർമ്മം പഠിപ്പിക്കാൻ പറഞ്ഞയച്ച പടച്ചവന്റെ ഗ്രന്ഥത്തിൽ, അവസാനത്തെ ഗ്രന്ഥത്തിൽ ഘട്ടം ഘട്ടം 7 കിതാബ് പറഞ്ഞു കഴിഞ്ഞല്ലോ. അവസാനത്തെ കിതാബല്ലേ, അവസാനത്തെ നിയമമല്ലേ? അതിൽ 1-ാം ഘട്ടം അടിമത്തം പാടില്ല മക്കളെ, തെറ്റാണ് പറഞ്ഞോ. ഒരു വചനം അടിമത്തം ശരിയല്ല, അത് മനുഷ്യത്വ വിരുദ്ധമാണ്, അത് മനുഷ്യനോട് ചെയ്യാവുന്ന ക്രൂരതയാണ് എന്നൊരു വചനം, ഒരു അരവചനം, ഒരു സൂചന ഖുർആനിൽ ഇല്ല. മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും കിട്ടുമോ? അടിമത്തമോചനത്തെ കുറിച്ച് ഭയങ്കരമായിട്ട് പറഞ്ഞു. അടിമമോചനം പുണ്യം, അടിമമോചനം പുണ്യമാക്കിയത് ഉടമയ്ക്ക് സ്വർഗത്തിൽ പോകാനുള്ള ടൂളാണ് അടിമ. ഈ ലിയാഖത്തിന് അവസാനമായിട്ടൊരു ചോദ്യം 2 മിനിറ്റ് കൊണ്ട് ചോദിക്കാം. അതോടുകൂടി ആ റൗണ്ട് അവസാനിക്കും. 2 മിനിറ്റ് ചോദ്യം, 8 മിനിറ്റ് ഉത്തരം. ഓക്കെ. അടിമത്തം മോചനമായാലും ശിക്ഷ പ്രായശിത്തമായാലും ഒക്കെ അടിമക്ക് സേഫ് ആകാനുള്ള ഒരു ടൂൾ മാത്രമാണ്. സോറി, ഉടമക്ക് സേഫ് ആവാൻ, ഉടമക്ക് സ്വർഗം കിട്ടാൻ, ഉടമക്ക് നരകത്ത് പോകാതിരിക്കാൻ അടിമയെ ഒരു കരുവാക്കുന്നു. എവിടെയാണ് അടിമയുടെ അവകാശങ്ങൾ മുൻനിർത്തി? അടിമയെ അടിച്ചാൽ ഒരു സ്വതന്ത്രനാക്കുന്ന, അടിച്ച ഉടമയോ അവന് ഹദ്ദുണ്ടോ? ഇസ്ലാമിക ശിക്ഷാ നിയമങ്ങളിൽ നിർണിതമായ ശിക്ഷകളിൽ ഹദ്ദ്, ഖിസാസ്, ഇത് രണ്ടും അടിമയെ ഉപദ്രവിച്ച ഉടമയ്ക്കുണ്ടോ? ഇല്ല. ഉള്ളത് ന്യായാധിപനെ യുക്തം തീരുമാനിക്കാവുന്ന ഓപ്ഷണലായിട്ടുള്ള ഉപാധി മാത്രമാണ്. ഞാൻ വെറുതെ പറയുന്ന. പിന്നെ അടിമത്ത മോചനത്തിൽ ഇസ്ലാം ഹറാമാക്കിയ ഒരു കാര്യം, അതായത് നിരോധിക്കാൻ കഴിയാത്തത് കൊണ്ടാണെന്നാണല്ലോ. അതുകൊണ്ട് നിരോധിക്കാൻ കഴിയുമായിരുന്ന ഒരു കാര്യം 2 പറഞ്ഞുതരാം. ഒന്ന്, ദത്ത് മഹാതിന്മയായിരുന്നു. നിരോധിച്ചില്ലെങ്കിൽ അപ്പ അറബ് രാജ്യം മുടിയുമായിരുന്നു. അതുകൊണ്ടാണ് ദത്ത് നിർത്തലാക്കിയത്. അള്ളാന്റെ ഒരു സൂക്ഷ്മത നോക്കണം. അടിമത്തം നിരോധിക്കാൻ പറ്റില്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇനി ഞാൻ ഒന്ന് പറഞ്ഞുതരാം. സമയം ഒരുപാടായതുകൊണ്ട് ഓടിച്ച് പറയാം. അടിമത്ത് നിരോധിക്കാൻ പറ്റത്തില്ല, ഭയങ്കര പാടാന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുന്നില്ല, തലേ കയറുന്നില്ല. അത് ഇവർ ആ സമയത്ത് പോയിട്ട് നിന്നിട്ട് ലിയാഖത്തിലെ അവിടുത്തെ ഭരണാധികാരി ആയി നിന്നും ചിന്തിച്ചു നോക്കിയാലേ എന്തുകൊണ്ട് അത് അവിടെ ഒറ്റയടിക്ക് മാറ്റിയില്ല എന്നുള്ള പറഞ്ഞു. നമ്മൾ 1000 വട്ടം പറഞ്ഞു എന്തുകൊണ്ട് ഒറ്റയടിക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അത് പ്രശ്നം വരും. 30% കണക്കൽ കോട്ട് ചെയ്ത് രാഹുൽ പറഞ്ഞു. 30% അവിടെ വർക്ക് ഫോഴ്സ് അടിമകളായിരുന്നു. എബ്രഹാം ലിങ്കന്റെ കാലത്ത് നമ്മൾ അത് അഭിമുഖീകരിച്ചു. അവർ ചെയ്യാൻ എന്തെല്ലാം പാടുപെട്ടു, ചെയ്തപ്പോഴത്തേക്ക് വന്ന പ്രശ്നം എന്തൊക്കെയായിരുന്നു. അതുപോലെ തന്നെ അവിടെയും അവർക്ക് എക്കണോമിക് വാല്യൂ ഉണ്ടായിരുന്നു, അതിന് കോമ്പൻസേഷൻ കൊടുക്കണം. അതുകൊണ്ട് ഒറ്റയടിക്ക് പറയാൻ പറ്റത്തില്ല. അത് ആവർത്തി എത്ര വട്ടം പറഞ്ഞാലും എന്തുകൊണ്ട് എഴുതിയില്ല, എഴുതിയായിരുന്ന പ്രശ്നമാണത്. അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. നിങ്ങൾ അടിമ പാടില്ല, വെക്കാൻ പാടില്ല മക്കളെ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് തിരിച്ചു വയ്ക്കുന്നത്? യുദ്ധം പാടില്ല മക്കളെ എന്ന് എന്തുകൊണ്ട് ഖുർആൻ എഴുതിയില്ല? യുദ്ധം പാടില്ല എന്ന് എന്തുകൊണ്ട് ഖുർആൻ എഴുതിയില്ല? അതെന്താ ലിയാഖത്തിൽ ചോദിക്കാത്തത്? യുദ്ധം തെറ്റല്ലേ? എല്ലാവരും മനുഷ്യനെ കൊല്ലുന്നത് തെറ്റാണ്. എന്തുകൊണ്ട് യുദ്ധം പാടില്ല എന്ന് എഴുതി വെച്ചില്ല? ഏതെങ്കിലും രാജ്യത്തിന്റെ മിലിറ്ററി മാനല്ലോ എല്ലാത്തിലും കോഡ് എഴുതി വെച്ചിട്ടുണ്ട്. മിലിറ്ററി എങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, അത് എങ്ങനെ അറ്റാക്ക് ചെയ്യണമെന്ന് എഴുതിയിട്ടുണ്ട്. അതെപ്പോഴാണ് യുദ്ധം വന്നാൽ ചെയ്യണം. അതുപോലെ ഖുർആനിലെ യുദ്ധത്തിന്റെ ആയത്തുകൾ യുദ്ധം വരുമ്പോൾ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ അടിമത്തം നിലനിൽക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള അടിമയുടെ ആയത്ത്, അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് കാലാകാലം നിൽക്കണമെന്നില്ല. ഏതുവരെ പോകും അടിമത്ത കാലം എന്നുവരെ ഉണ്ടോ അന്നുവരെ പോകും. അടിമത്ത കാലം ഇപ്പൊ ഇല്ലെങ്കിൽ അതില്ല. ഇനി 2025 56 പിന്നെ അടിമത്തം വരുവാണെങ്കിൽ അന്നും ഈ ആയത്ത് വരും. യുദ്ധം വരുമ്പോൾ യുദ്ധത്തിന്റെ ആയത്ത് പ്രാബല്യത്തിൽ വരും. അടിമത്തോടെ ഉണ്ടാകുമ്പോൾ അടിമത്തിന്റെ ആയത്ത് വരും. അടിമത്തിന് ആയത്തുള്ളത് കൊണ്ട് എല്ലാവരും അടിമത്തം ചെയ്യണമെന്നില്ല. യുദ്ധത്തിന്റെ ആയത്തുള്ളത് എല്ലാവരും യുദ്ധം ചെയ്യണമെന്നില്ല. ഇത് ആവർത്തി നമ്മൾ പറയാണ്. ഇനി അടുത്തത്, അടിമയെ അടിച്ചാൽ അടിമയ്ക്ക് നിങ്ങൾ അടിമയെ എന്താണ് മോചിപ്പിക്കണമെന്നുണ്ടല്ലോ, അതിന് ഹദ്ദുണ്ടോ ഹിസാസ് ഉണ്ടോ? ആ മോചനം തന്നെയാണ് ഹദ്ദ്. അടിച്ചോണ്ട് അയാൾക്ക് വാല്യൂ ഇല്ല, വാല്യൂ തിരിച്ച് അയാൾക്ക് നഷ്ടപ്പെടുകയല്ലോ. 1,00,000 രൂപ അടിമയ്ക്കാണെങ്കിൽ 1,00,000 രൂപ അടിമയ്ക്ക് കൊടുക്കുകയാണത്. അല്ലെങ്കിൽ അയാൾ അഗ്രിമെന്റ് വെച്ചിട്ട് അത്രയും പണി ചെയ്ത് തീർക്കേണ്ടതാണ്. അതാണ് ഹദ്ദ്. അതുപോലെ കിസാസ് ഇല്ല എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു കിസാസ് ഇല്ലെന്ന്? ഒരു അടിമയെ കൊന്നാൽ തിരിച്ച് കൊല്ലുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. നസൈ 436 അതിലും തെറ്റിദ്ധരിപ്പിക്കുകയാണ്, കള്ളം പറയാണ്. ദത്ത് നിരോധിച്ചു. ആ ദത്ത് നിരോധിച്ചെങ്കിൽ അതിന്റെ സെപ്പറേറ്റ് സബ്ജക്റ്റ് ആണ്. ദത്ത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് അത് സെപ്പറേറ്റ് ടോപ്പിക് ആണത്. അതിപ്പോ നമ്മൾ എടുക്കുന്നില്ല, അടിമയുടെ എന്തുകൊണ്ട് കാര്യമില്ല. അപ്പം ലിയാഖത്തിലേക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല. വെറുതെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് അടിമത്ത് ഒറ്റ ലൈനിൽ ഇല്ലാതെ വേണ്ടാന്ന് പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളാണ്. അതാണ് ഏറ്റവും മോശമായ നിയമം എന്ന് നിങ്ങൾ തന്നെ വിമർശിക്കും. കണ്ട, അടിമത്വം ഇല്ലാന്ന് എഴുതി വെച്ചു. അവർ പിടിച്ചോണ്ട് പോകുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും?
ഇവർക്ക് അടിമ പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം തിരിച്ചു വിടണം, തിരിച്ച് അവർ പിന്നെയും യുദ്ധത്തിന് വരും. ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ വരും. അപ്പം അത് ഉള്ള സമയത്ത് ഏറ്റവും മാനവികമായി ഇസ്ലാം അത് ഇടപെട്ട് അതിന് സൊല്യൂഷൻ കൊടുത്തു. അതില്ലെങ്കിൽ ഇല്ല, യുദ്ധം ഇല്ലെങ്കിൽ യുദ്ധത്തിന്റെ ആയത്തിന് ജോലിയില്ല, അടിമത്തം ഇല്ലെങ്കിൽ അടിമത്തിന്റെ ആയത്തിന് ജോലിയില്ല. അത്രേ ഉള്ളൂ. അന്ന് വഴിക്കൊള്ള ഉണ്ടായിരുന്നു, ഹൈവേ റോബറി. അപ്പൊ അതിന് പ്രശ്നം പറഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ 2 പ്രശ്നങ്ങളുണ്ട്. അതിന് വന്ന പുതിയതിൽ ഞങ്ങൾക്ക് ഹൈവേ റോബറി ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ട്, അതുപോലെ പട്ടിണിയുണ്ട്. പട്ടിണി പറയും കുറച്ച് നാളിന് അതിന്റെ സൊല്യൂഷൻ കിട്ടും, ഇത് ഇപ്പൊ തന്നെ നിർത്തി തരാന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ആളിനെ എതിർ ദിശയിലുള്ള കൈയും കാണാൻ പറ്റി. ഇന്ന് വരെ അവിടെ പ്രശ്നമില്ല. അപ്പൊ ആയത്ത് ഹദീസുണ്ട്, പ്രവചനം ചെയ്തു എന്ന് പറഞ്ഞാൽ ഡെയിലി കൈയും കാലും വെട്ടാൻ പറ്റുമോ? ഹൈവേ റോബറി നടക്കുമ്പോൾ അത് ചെയ്യണം. അപ്പൊ ഒരു പ്രശ്നം വരുമ്പോഴാണ് സൊല്യൂഷനാണ് ഇസ്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് തെറ്റിദ്ധരിപ്പിച്ച് വേറെ രീതിയിൽ കൊണ്ടുപോയിട്ട് എന്തോ അടിമ എന്ന് പറഞ്ഞ് അത് ബലൂൺ പോലെ ആക്കി അത് തെറ്റി ഏകത്തിൽ മൊത്തത്തിൽ പോയി. അതുകൊണ്ട് പിന്നെ അത് അടിമയ്ക്ക് ഒരു ടൂൾ, ഉടമയ്ക്ക് സ്വർഗത്തിൽ പോകുന്ന ഒരു ടൂൾ ആയിട്ടാണ് ഇസ്ലാം അടിമത്വം പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതിലാണ് ഞാൻ പറഞ്ഞ ഇസ്ലാമോഫോബിന്റെ അങ്ങേ അറ്റമാണിത്. ഒരു നന്മ കണ്ടിട്ട് പോലും ഒരു അടിമയെ വിമോചനം ചെയ്യുക എന്ന് പറയുന്നത് നന്മയാണ്. അതിനെ പ്രകീർത്തിച്ചില്ലെങ്കിൽ മിണ്ടാതെങ്കിലും ഇരിക്കണം. അതിനെ വേറെ രീതിയിൽ വക്രീകരിച്ച് പറയുക, അത് ടൂളാണ്. അതല്ല ആത്മീയത എന്ന് പറയുന്നത്. ലേഖത്തിൽ എപ്പോഴും പറയുന്നത് ഇസ്ലാമിൽ ആത്മീയത ഇല്ല എന്നുള്ളത്. ഇത് പിന്നെ ആത്മീയതയല്ലേ? അള്ളാഹുവിന് വേണ്ടി നീ ആ അടിമയ്ക്ക് 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ വിലയുള്ള സാധനം നമ്മൾ കാർ വിൽക്കും. അപ്പൊ ഡീസൽ കാർ നാളെ നിരോധിച്ചു, ആളുകൾക്ക് ഒരുപാട് ശ്വാസകോശ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആരും ഡീസൽ കാറിൽ ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ വയസ്സോടത്ത് മേടിച്ച പൈസക്ക് ഞാൻ അതിന് നഷ്ടമായിട്ട് സഹിക്കും. അപ്പം നിങ്ങൾ ഒരു തെറ്റ് ചെയ്താൽ നിങ്ങൾ അതിന് ആ ഡീസൽ കാർ ഒഴിവാക്കുക എന്ന് പറഞ്ഞ പോലെയാണ്. ഒരു തെറ്റ് ചെയ്താൽ നിങ്ങൾ ആ അടിമയെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അത് ഒരു വാല്യൂ ഉള്ള സാധനത്തിനാണ് നമ്മൾ മോചിപ്പിക്കുന്നത്. അന്ന് അത്രയും പേരെ അത് അള്ളാഹുവിന്റെ പേരിൽ പറഞ്ഞ് അവർ മോചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ആത്മീയതയ്ക്ക് എത്രത്തോളം ബലമുണ്ടെന്ന് ആലോചിക്കണം. ആത്മീയത ഇല്ലാന്ന് ലേഖത്തിൽ തന്നെയാണ് പറയുന്നത്. ഇതല്ല ആത്മീയത. ഒരാൾ ചുമ്മാ എങ്ങനെ മോചിപ്പിക്കും? അയാൾ കാശ് കൊടുത്ത് വാങ്ങിച്ച അടിമയെ, അല്ലെങ്കിൽ യുദ്ധത്തിൽ അയാൾക്ക് ബന്ധിയായിട്ട് കിട്ടിയത്, അയാൾക്ക് ശമ്പളമായിട്ട് കിട്ടിയതാണത്. അയാൾ എങ്ങനെ അത് കളയത്? പക്ഷെ അവരെല്ലാം പറഞ്ഞ് ആത്മീയത ആവർത്തിച്ച് പറഞ്ഞ് സ്വർഗം കിട്ടും എന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്ത തെറ്റിന് ഇത് പ്രായശ്ചിത്താവുന്നെല്ലാം പറഞ്ഞ് അവർ ഇത്രയും പേരെ മോചിപ്പിച്ചെടുക്കാൻ എത്ര വലിയ റെവല്യൂഷനാണ് പ്രവാചകൻ ചെയ്തത്. അതിന് വക്രീകരിച്ച് വേറെ രീതിയിൽ അത് സ്വർഗത്ത് പോലുള്ള ടൂളാണ്. അപ്പം മനസ്സ് മൊത്തം ഇസ്ലാമോഫോബും ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കലും എന്നുള്ള നമ്പർ 1 ഇസ്ലാമോഫോബ് എന്നുള്ള ഇതാണ് പുറത്ത് വന്ന് കാണിക്കുന്നത്. ഇത് സ്വർഗത്തിൽ പോകുന്ന ടൂളാന്ന് പറഞ്ഞതിൽ വളരെ മോശമായ ഒരു നല്ല കമന്റാണ്. അതായത് ഇസ്ലാം പറഞ്ഞ നല്ലതിനെ പോലും അതിനെ വക്രീകരിച്ച് വേറെ രീതിയിലാക്കാൻ നോക്കുന്നു. പ്രവാചകൻ നിരോധിക്കാത്ത ഒരു വിഷയം, ഖുർആൻ പരാമർശിച്ച ഒരു വിഷയം ഇസ്ലാമിൽ എന്നും പ്രമാണമാണ്. എങ്ങനെയാണ് ഇസ്ലാം എന്നും പ്രമാണമാവുന്നത്? ഇതേ ബിലാലിന്റെ കാര്യത്തിൽ, അതായത് സൂറത്ത് ബദറിലെ നിങ്ങൾ ഒരു അടിമയെ മോചിപ്പിക്കുക മലമ്പാത കയറി കിടക്കുന്നതിന് തുല്യമാണ് എന്ന് പറയുന്നതിന് അത് ബിലാലിനെ മോചിപ്പിക്കാനാണ് എന്ന് പറഞ്ഞ ലിയാഖത്തിലിയാണ്. അത് അപ്പൊ ബിലാലിനെ മാത്രം മോചിപ്പിക്കാനാണ് ആയത്ത്. ഖുർആനിലെ നല്ല ആയത്തുകളൊക്കെ ആ സമയത്ത് മാത്രമുള്ളതാണ്. ബാക്കി ആയത്തുകളൊക്കെ അവസാനം വരെയും ആര് നിരോധിച്ചു? ഇപ്പൊ ഇതാരും നിരോധിച്ചു? ആ ഒരു അടിമയെ നിരോധിക്കുക എന്നുള്ളത് അവസാനം വരെയും പാലിച്ച കാര്യമല്ലേ അത്? സൂറത്തിൽ ബലദ് എന്ന ആയത്ത് അവസാനം വരെയും അത് അടിമത്ത കാലത്തും അടിമത്തം ഉള്ളിടത്തോളം കാലം മുസ്ലിങ്ങൾ ഫോളോ ചെയ്യേണ്ടതാണത്. പക്ഷെ അത് അങ്ങനല്ലെന്ന്, അത് ബിലാലിന് മാത്രം അന്ന് ജുമാ തികയ്ക്കാനായിട്ട് മാത്രം വന്ന ആയത്താണെന്നാണ് ലേഖത്തിൽ പറയുന്നത്. അപ്പൊ ഇവർക്ക് വേണ്ടാത്ത ആയത്തുകൾ, അല്ലെങ്കിൽ ഇസ്ലാമിൽ നന്മയുണ്ടെന്നുള്ള ഒരു ആയത്ത് ആ കാലത്തേക്ക് മാത്രം, തിന്മയുണ്ടെന്ന് ഇവർ കൊണ്ടുവരുന്ന ആയത്തുകൾ ലോകാവസാനം വരെയുള്ള ആയത്തുകൾ എല്ലാം അടിപടലം ഇതിനകത്ത് അടിമത്ത വിഷയത്തിനകത്ത് ഈ സംവാദം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ലേഖത്തിലൂടെ കംപ്ലീറ്റ് പോയി. ചുമ്മാ ഇരുന്നിരുന്നെങ്കിലും എന്തെങ്കിലും ആൾക്കാർ എന്തെങ്കിലും അതിനകത്ത് കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ ഒന്നുമില്ല, ഒരു കാര്യമില്ല എന്നുള്ളത്. ഇപ്പൊ നമ്മളത് അതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്ത് നമ്മളത് പറഞ്ഞത്. എല്ലാ കാലത്തേക്കും ഉള്ളത് തന്നെയാണ് ഇസ്ലാം. പക്ഷെ ആ കാര്യം ഉള്ളപ്പോൾ മാത്രം ചെയ്യേണ്ട റൂളുകളാണ് ഉള്ളത്. ഏത് റൂളാണെങ്കിലും ആ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ചെയ്യേണ്ടത്. എനിക്ക്